ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വെറൈറ്റി കളക്ഷൻ പൂരവുമായി TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തൃപ്രയാർ. 55ാമത് സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ പ്രഖ്യാപിച്ചു. മികച്ച നടൻ മമ്മൂട്ടി, മികച്ച നടി ഷംല ഹംസ. ടൊവിനോ തോമസിനും ആസിഫ് അലിക്കും ജൂറിയുടെ പ്രത്യേക പരാമർശം. നടൻ പ്രേംകുമാറിനെ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നീക്കിയത് കാലാവധി കഴിഞ്ഞതിനാലെന്ന് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ. ആശാസമരത്തെ പ്രകീർത്തിച്ചതിന്റെ പേരിലുള്ള അനിഷ്ടമെന്ന വാദം ശരിയല്ലെന്നും മന്ത്രി. കുതിരാനിലെ ആക്രമണകാരിയായ കാട്ടാനയെ വരുതിയിലാക്കാൻ കുങ്കിയാനയെ എത്തിച്ചേക്കും. കുതിരാനിലേത് ഗുരുതരമായ സാഹചര്യമെന്ന് വനം വകുപ്പിന്റെ നിരീക്ഷണം. മേയർക്ക് മറുപടിയുമായി മുൻ MP TN പ്രതാപൻ. കഴിഞ്ഞ 5 വർഷം മേയറായി LDF കൊണ്ടു നടന്നിരുന്ന MK വർഗീസിന്റെ ചോറ് LDF-ലും കൂറ് BJP-യിലുമാണെന്ന് വീണ്ടും തെളിയിച്ചിരിക്കുകയാണെന്ന് പ്രതാപൻ. മണ്ണുത്തി ഇടപ്പള്ളി പാതയിൽ യാത്രാദുരിതം രൂക്ഷമെന്ന് തൃശൂർ ജില്ലാ കളക്ടറുടെ റിപ്പോർട്ട്. ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലാണ് കളക്ടർ യാത്രാദുരിതം പരാമർശിക്കുന്നത്. മാലിന്യമലയിൽ നിന്ന് കായിക വിസ്മയത്തിലേക്ക് ലാലു. IM വിജയൻ സ്പോർട്സ് കോംപ്ലക്സ് ഇന്ന് നാടിന് സമർപ്പിക്കും. ഗുരുവായൂരിൽ വീണ്ടും തെരുവുനായ ആക്രമണം. വീട് വൃത്തിയാക്കാനെത്തിയ തൊഴിലാളിക്ക് തെരുവുനായയുടെ കടിയേറ്റു. വാർത്തകളിലേക്ക് വിശദമായി. 55ാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ തൃശൂരിൽ പ്രഖ്യാപിച്ചു. മന്ത്രി സജി ചെറിയാനാണ് പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചത്. ഭ്രമയുഗത്തിലെ അഭിനയത്തിന് മമ്മൂട്ടിയെ മികച്ച നടനായി തെരഞ്ഞെടുത്തു. ഫെമിനിച്ചി ഫാത്തിമയിലെ അഭിനയത്തിന് ഷംല ഹംസയാണ് മികച്ച നടി. ടൊവിനോ തോമസിനും ആസിഫ് അലിക്കും പ്രത്യേക ജൂറി പരാമർശം ലഭിച്ചു. ലിജോ മോളാണ് മികച്ച സ്വഭാവ നടി. സിദ്ധാർത്ഥ് ഭരതനെയും സൗബിൻ ഷാഹിറിനെയും മികച്ച സ്വഭാവ നടന്മാരായി തെരഞ്ഞെടുത്തു. മഞ്ഞുമൽ ബോയ്സാണ് മികച്ച സിനിമ. മികച്ച ജനപ്രിയ ചിത്രമായി പ്രേമലുവിനെ തെരഞ്ഞെടുത്തു. കൂടുതൽ വിവരങ്ങളുമായി അഭിജിത്ത് തലച്ചിറ ചേരുന്നു. അഭിജിത്ത്, മലയാളത്തിന്റെ മഹാനടന് വീണ്ടും പുരസ്കാരം ലഭിച്ചിരിക്കുന്നു. എന്തൊക്കെ കാര്യങ്ങളാണ് ജൂറി പരിഗണിച്ചത്? മറ്റ് പുരസ്കാരങ്ങൾ എന്തൊക്കെ? അതായത് ലിബീഷ, നമുക്കറിയാം മമ്മൂട്ടി ഈ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും മലയാള സിനിമയിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്ന ഈ വേളയിൽ തന്നെ അദ്ദേഹത്തിന് മലയാള സംസ്ഥാന സർക്കാർ തന്നെ ഇത്തരത്തിലൊരു വലിയൊരു അവാർഡ് പ്രഖ്യാപിച്ച് നൽകിക്കൊണ്ട് തന്നെയാണ് സ്വീകരിക്കുന്നതെന്ന് വേണം ഇപ്പോൾ പറയാൻ. കാരണം അദ്ദേഹത്തിന് മടങ്ങി വരവിൽ അദ്ദേഹം അഭിനയിച്ചു തീർത്ത കൊടുമൺ പോറ്റിയായും അതുപോലെ തന്നെ ചാത്തനുമായിട്ടുമൊക്കെ അഭിനയ വിസ്മയം തീർത്ത ഭ്രമയുഗത്തിലെ മികച്ച അഭിനയത്തിലാണ് ഇപ്പോൾ മമ്മൂട്ടിയെ മികച്ച നടനായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. 1 ലക്ഷം രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. കൊടുമൺ പോറ്റി, ചാത്തൻ എന്നീ 2 കഥാപാത്രങ്ങളെ ഏക ശരീരത്തിലേക്ക് ആവാഹിച്ചുകൊണ്ട് അധികാരത്തിനകത്തെ പൈശാചികതയെ അതിശക്തമായും സൂക്ഷ്മമായും ആവിഷ്കരിച്ച ഭാവ അഭിനയ മികവിന് താരപദവിയും പ്രതിച്ഛായയും മറന്ന് ഉടലിനെ അഭിനയ പരീക്ഷണത്തിന്റെ ഉപാധിയാക്കി എടുത്തണിഞ്ഞ നായക വേഷത്തിന്റെ പകർന്നാട്ട പൂർണ്ണതയ്ക്ക് എന്നാണ് ഈ അവാർഡ് പ്രഖ്യാപിച്ചുകൊണ്ട് ജൂറി മമ്മൂട്ടിയുടെ അഭിനയത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു അംഗീകാരം ഒരിക്കൽ കൂടി മമ്മൂട്ടിയെ തേടി എത്തിയിരിക്കുകയാണ്. ഇത് ആരാധകരെ സംബന്ധിച്ചും വലിയ ഒരു ആഹ്ലാദത്തിന് ഇടവരുത്തിയിരിക്കുന്നു. കാരണം അദ്ദേഹത്തിന്റെ മടങ്ങിവരവ് മലയാളം ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന ഈ വേളയിൽ തന്നെ അദ്ദേഹത്തിന് ഇത്തരത്തിലുള്ള ഒരു അവാർഡ് നൽകിയത് സംസ്ഥാന സർക്കാരിന് മികച്ച കയ്യടി നേടുന്നു. ഒപ്പം തന്നെ ഒരുപടി മികച്ച അഭിനയത്തിന് പ്രത്യേക പരാമർശത്തിന് ടൊവിനോ തോമസ് ഉൾപ്പെടെയുള്ളവരും അംഗീകാരം നേടിയിരിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ എടുത്തു പറയേണ്ടത് കാര്യം, ഫെമിനിച്ചി ഫാത്തിമ എന്ന സിനിമയിലൂടെ മികച്ച അഭിനയം കാഴ്ചവെച്ച ഷംല ഹംസ ആണ് മികച്ച നടിയായി തെരഞ്ഞെടുത്തത്.
ഒട്ടനവധി പേരുകൾ ഇതിനോടകം തന്നെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. ജ്യോതിർമയി അടക്കമുള്ള, നസ്രിയ അടക്കമുള്ളവരുടെ പേരുകളൊക്കെ തന്നെയായിരുന്നു മുൻപന്തിയിൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്നതെങ്കിൽ പോലും മികച്ച അഭിനയത്തിന് ഷംല ഹംസയാണ് തെരഞ്ഞെടുത്തത്. ഫെമിനിച്ചി ഫാത്തിമ നിരവധി അവാർഡുകളും നേടി. മികച്ച നവാഗത സംവിധായകനും അടക്കമുള്ള ഒട്ടനവധി അവാർഡുകളും ഫെമിനിച്ചി ഫാത്തിമ നേടി. ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം മഞ്ഞുമൽ ബോയ്സിനെ കുറിച്ചാണ്. കാരണം പടമിറങ്ങി ഏറെ ജനപ്രിയ നേടിക്കൊണ്ടിരുന്ന ചിത്രത്തിനാണ് 2024 സംസ്ഥാന അവാർഡുകളുടെ ബഹുഭൂരിപക്ഷവും നേടിയത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. സൗബിൻ ഷാഹിറിന്റെ മികച്ച അഭിനയവും നിർമ്മാണവും എല്ലാം കൊണ്ട് തന്നെ പ്രശംസ നേടിയ ചിത്രം അന്നും ജനപ്രീതി ആർജിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ ഒരു ചിത്രത്തിന് തന്നെയാണ് ഇപ്പോൾ മലയാളത്തിലെ മികച്ച 2024 മികച്ച ചിത്രമായും തിരഞ്ഞെടുത്തത്. അതിലെ അഭിനയത്തിന് സൗബീർ ഷാഹിന് പ്രത്യേക പരാമർശവും മികച്ച സ്വഭാവ നടനുള്ള പുരസ്കാരവും നേടി. ഒപ്പം തന്നെ സിദ്ധാർത്ഥ ഭരതനും മികച്ച സ്വഭാവ നടനായി തെരഞ്ഞെടുത്തു. അദ്ദേഹത്തിന് ഭ്രമയുഗത്തിലെ അഭിനയത്തിനാണ് സിദ്ധാർത്ഥ ഭരതനെ മികച്ച സ്വഭാവ നടനായി തെരഞ്ഞെടുത്തത്. അപ്പോഴും ജൂറിയോട് മാധ്യമങ്ങൾ ചോദിക്കുകയുണ്ടായി. കാരണം ദേശീയ അവാർഡ് കിട്ടിയ വിജയരാഘവൻ അടക്കമുള്ളവർ ഉണ്ടല്ലോ, അദ്ദേഹത്തിന്റെ അഭിനയത്തെ എങ്ങനെ കണ്ടു എന്ന് വിധിനിർണ്ണയ ജൂറി അംഗങ്ങളോട് ചോദിക്കുമ്പോൾ പറഞ്ഞത് എല്ലാവരും മികച്ച അഭിനയമാണ്. അപ്പോൾ തന്നെയും ടൊവിനോയെ പോലെയുള്ള ആൾക്കാരടക്കമുള്ളവർ വിവിധ കഥാപാത്രങ്ങളിലൂടെ, ആസിഫ് അലിയെ പോലെയുള്ള ആളുകൾ മികച്ച കഥാപാത്രങ്ങളിലൂടെയൊക്കെ നിൽക്കുന്നു. അപ്പോൾ എല്ലാവരും ഒരുപോലെ മികച്ചവരാണ്. അപ്പോൾ അതിൽ നിന്ന് അഭിനയത്തിന്റെ പ്രകടന മികവ് മാത്രം മാനദണ്ഡമാക്കിക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ അവാർഡ് പ്രഖ്യാപനം നടത്തിയിരിക്കുന്നതെന്നുള്ള കാര്യമാണ് എടുത്തു പറഞ്ഞത്. പ്രകാശ് രാജ് മഹാനടൻ മമ്മൂട്ടിക്ക് അവാർഡ് കൊടുത്തതിനും ഈ ഒരു വിശദീകരണം തന്നെയാണ് നൽകിയത്. കാരണം ഏറ്റവും മികച്ച അഭിനയം മാത്രമാണ് നോക്കിയത്. അതിന് സീനിയോറിറ്റിയോ യുവതലമുറയെന്നോ യുവതാരമെന്നോ ഒന്നുമുള്ള മാനദണ്ഡങ്ങൾ തങ്ങൾ വെച്ചിരുന്നില്ല. അഭിനയ മികവിനും ആ പ്രകടന മികവിനും മാത്രമാണ് ജൂറി മാനിച്ചത്. അതിനെയാണ് ജൂറി കണ്ടതും എന്നായിരുന്നു പ്രകാശ് രാജിന്റെ മറുപടി. എന്തായാലും വലിയ രീതിയിൽ ആഘോഷിക്കപ്പെടുകയാണ്. ഇതിൽ ഏറ്റവും സവിശേഷവും പ്രത്യേകതയും എടുത്തു പറയുന്നത് വേടന് ഗാനരചയിതാവിനുള്ള പുരസ്കാരം സംസ്ഥാന സർക്കാർ നൽകി എന്നുള്ളതാണ്. അതിലും പുരസ്കാര കമ്മിറ്റിക്ക് പ്രത്യേകമായ നിലപാടുണ്ടായിരുന്നു. കാരണം മഞ്ഞുമൽ ബോയ്സിനെയാണ് വിയർപ്പ് തുന്നിയിട്ട കുപ്പായം എന്ന ഗാനത്തിലൂടെയാണ് മികച്ച ഗാനരചയിതാവായ ഇപ്പോൾ വേടൻ സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടിയിരിക്കുന്നത്. അതിന് ജൂറിയുടെ മറുപടി ഇങ്ങനെയായിരുന്നു. അതായത് ആ കഥാപാത്രത്തിനും ആ സിനിമയും സിനിമയുടെ പശ്ചാത്തലത്തിനും എല്ലാം ഒതുങ്ങുന്ന രീതിയിലുള്ള മികച്ച രചന തന്നെയാണ് നിർവഹിച്ചിരിക്കുന്നത്. അതിനാണ് അവാർഡ്. അതിൽ മറ്റ് രാഷ്ട്രീയങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല എന്ന് പ്രത്യേകം ജൂറി ചെയർമാൻ വിശദീകരിക്കുകയുണ്ടായി. എന്നാലും ഇത്തരത്തിൽ ഏറെ ചർച്ചകൾക്കും എന്നാൽ ഏറെ കൗതുകവും നിറഞ്ഞ ചലച്ചിത്ര അവാർഡ് പ്രഖ്യാപനമാണ് ഇപ്പോൾ സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ തൃശ്ശൂരിൽ നടത്തിയത്. ലിബീഷ്, സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. മലയാളത്തിന്റെ സ്വകാര്യ അഹങ്കാരം മമ്മൂട്ടി ഒരിക്കൽ കൂടി സംസ്ഥാന ചലച്ചിത്ര അവാർഡിന് അർഹമായിരിക്കുകയാണ്. ഒപ്പം തന്നെ മഞ്ഞുമൽ ബോയ്സ് അവാർഡ് ബോയ്സായി മാറിയിരിക്കുന്നു. നിരവധി പുരസ്കാരങ്ങൾ ചിത്രം വാരിക്കൂട്ടിയിരിക്കുന്നു. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു അഭിജിത്ത് തലച്ചിറ. മറ്റു വാർത്തകൾ നോക്കാം. ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് നടൻ പ്രേംകുമാറിനെ മാറ്റിയത് തർക്കങ്ങളുടെ പുറത്തല്ലെന്ന് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ. സർക്കാരിന്റെ ഭാഗത്തുനിന്നും തെറ്റൊന്നും സംഭവിച്ചിട്ടില്ലെന്ന് മന്ത്രി പറഞ്ഞു. തൃശൂർ രാമനിലയത്തിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കാലാവധി തീർന്നപ്പോൾ പുതിയ ഭാരവാഹികളെ തീരുമാനിക്കുകയായിരുന്നു. പ്രേംകുമാറിനെ മാറ്റി വിവരമറിയിക്കേണ്ട ചുമതല അക്കാദമിക്കായിരുന്നു. അക്കാദമിയുടെ ഭാഗത്തു നിന്ന് അറിയിച്ചു കാണുമെന്നാണ് താൻ കരുതുന്നത്. പ്രേംകുമാറിന് അർഹമായ പരിഗണന സർക്കാരും പാർട്ടിയും നൽകിയിട്ടുണ്ട്. ആശാസമരത്തെ പ്രകീർത്തിച്ചുകൊണ്ടാണ് പ്രേംകുമാറിനോട് അനിഷ്ടമുള്ളത് എന്ന വാദം ശരിയല്ല. പ്രേംകുമാർ ഇതുവരെ ഇടതുപക്ഷ വിരുദ്ധമായ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടില്ല. പ്രേംകുമാറിനോട് കഴിഞ്ഞ ദിവസം സംസാരിച്ചിരുന്നതായും അദ്ദേഹം നൽകിയത് മികച്ച സേവനമാണെന്നും മന്ത്രി പറഞ്ഞു. അദ്ദേഹത്തിന് നൽകിയത് നല്ല അവസരമായിരുന്നു. അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുടെ നടത്തിപ്പ് മികവ് കൂട്ടായ്മയുടെ പ്രവർത്തന ഫലമായി ഉണ്ടായതാണെന്നും മന്ത്രി പറഞ്ഞു. കുതിരാനിൽ കാട്ടാന ശല്യം തടയാൻ പ്രത്യേക ദൗത്യവുമായി വനം വകുപ്പ്. കുങ്കിയാനകളെ എത്തിച്ച് ഒറ്റയാനെ കാടുകടത്തി സോളാർ വേലി സ്ഥാപിക്കുമെന്ന് വനം വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ. കഴിഞ്ഞ 2 ആഴ്ചയായി കുതിരാൻ ഇരുമ്പുപാലത്തിന് സമീപം ഭീതി പരത്തിയ ഒറ്റയാനയാണ് 2 ദിവസം മുൻപ് വനം വകുപ്പ് വാച്ചറെ ആക്രമിക്കുകയും ഫോറസ്റ്റ് ജീപ്പ് തകർക്കുകയും ചെയ്തത്. കുതിരാനിൽ ഭീതി പരത്തി നടക്കുന്ന ഒറ്റയാനയെ കുങ്കിയാനകളെ എത്തിച്ച് വരുതിയിലാക്കി സോളാർ വേലി സ്ഥാപിക്കുമെന്ന് വനം വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ മാധ്യമങ്ങളോട് പറഞ്ഞു. ഇവിടെ ഇത് സംരക്ഷിക്കുന്നതിന് ഒരു ഫെൻസിംഗ് സ്ഥാപിക്കുന്നതിനെ കുറിച്ചാണ് ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത്. പാലക്കാട് IIT അതിൻ്റെ കാര്യങ്ങൾ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. കഴിയുന്നത്ര വേഗത്തിൽ
അതിൻ്റെ പ്രവർത്തനം കുറച്ച് സമയമെടുക്കും. ടെൻഡർ ചെയ്ത് അങ്ങനെയുള്ള നടപടിക്രമങ്ങളുണ്ടല്ലോ. ആ നടപടിക്രമങ്ങൾ പെട്ടെന്ന് പൂർത്തിയാക്കി അത് നല്ല ഒരു ആശ്വാസം ഈ പ്രദേശക്കാർക്ക് കിട്ടുമെന്നാണ് കരുതുന്നത്. പിന്നെ ഇപ്പോൾ ഉണ്ടായ കാര്യത്തിൽ നിരീക്ഷണങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തണം. അതിന് ക്യാമറകളുടെ എണ്ണം വർദ്ധിപ്പിക്കും, വാച്ചർമാരുടെ എണ്ണം വർദ്ധിപ്പിക്കും, പെട്രോളിംഗ് ശക്തിപ്പെടുത്തും. വേണ്ടിവന്നാൽ മയക്കുവെടി വെച്ച് പിടിക്കുന്ന കാര്യം പരിഗണിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. ഇത് സംബന്ധിച്ച നിർദ്ദേശം ഡിഎഫ്ഒക്ക് നൽകിയതായും മന്ത്രി വ്യക്തമാക്കി. ആനയെ കണ്ടെത്തുന്നതിനായി വയനാട്ടിൽ നിന്നുള്ള പ്രത്യേക സംഘം മേഖലയിൽ ഡ്രോൺ നിരീക്ഷണം ആരംഭിച്ചു. നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് മന്ത്രി സ്ഥലം സന്ദർശിച്ചു. വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ വിളിച്ചുവരുത്തിയ ശേഷമാണ് മന്ത്രിയുടെ സന്ദർശനം. ആനയെ എത്രയും വേഗം പിടികൂടണമെന്നും പ്രദേശത്ത് കൂടുതൽ വാച്ചർമാരെ നിയോഗിച്ച് പട്രോളിംഗ് ശക്തമാക്കണമെന്നും നാട്ടുകാർ മന്ത്രിയോട് ആവശ്യപ്പെട്ടു. നാട്ടുകാരുടെ ആവശ്യങ്ങൾ കേട്ട മന്ത്രി പ്രശ്നങ്ങൾ ഉടൻ പരിഹരിക്കാമെന്ന് ഉറപ്പു നൽകി. ദൈനംദിനമായി ഒരു പരിശോധനയോ ഒരു ആലോചനയോ നമുക്ക് നടത്തുന്നതിന് ഒരു നടപടിക്രമങ്ങൾ സ്വീകരിക്കാൻ പോലീസിൻ്റെ സഹായം കൂടി തരാൻ പറ്റും. ഇനി നമുക്ക് കുങ്കിയാനകളെ കൊണ്ടുവന്ന് ഈ 15 ഈ ആനകളെ അങ്ങോട്ടേക്ക് മാറ്റി സ്ഥാപിക്കാൻ കഴിയുമെങ്കിൽ അതിനുള്ള ശ്രമങ്ങളും പറയാൻ ഇപ്പോൾ നമ്മളൊരു ധാരണയിലെത്തിയിട്ടുണ്ട്. ഈ ഒറ്റയാൻ്റെ കാര്യത്തിൽ ഇപ്പോൾ എന്താ ചെയ്യുക? ഒറ്റയാന ഇതിൻ്റെ പിടിക്കാനില്ല. അപ്പോൾ അതിനാണ് കുങ്കിയാനെ ആവശ്യമുണ്ടെങ്കിൽ കുങ്കിയാനെ കൊണ്ടുവരുന്നുള്ള നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആവശ്യത്തിനനുസരിച്ച് ഇവരുടെയൊക്കെ ഭയമില്ലാതെ ജീവിക്കാൻ കഴിയുന്നതിന് എന്തൊക്കെ സൗകര്യങ്ങളാണോ നിലവിൽ ഗവൺമെൻറ്റിന് ചെയ്തു കൊടുക്കാൻ കഴിയുക, അതിലൊക്കെ ഒരു പോരായ്മ കൂടെ. അതാണ് ആദ്യം ചെയ്യേണ്ടത്. കൂടുതൽ എന്താണ് വേണ്ടത്? ഈ 2 ഘട്ടങ്ങളിലായി ഇതിന് പരിഹാരം കാണാൻ. അതേസമയം ആനയുടെ ആരോഗ്യസ്ഥിതി കൂടി കണക്കിലെടുത്തായിരിക്കും വനം വകുപ്പ് തുടർ നടപടികൾ സ്വീകരിക്കുക. TCV ന്യൂസ്, തൃശൂർ. മേയർക്ക് മറുപടിയുമായി മുൻ MP TN പ്രതാപൻ. കഴിഞ്ഞ 5 വർഷം മേയറായി LDF കൊണ്ടു നടന്നിരുന്ന MK വർഗീസിന്റെ ചോറ് LDFിലും കൂറ് BJPയിലുമാണെന്ന് വീണ്ടും തെളിയിച്ചിരിക്കുകയാണെന്നും പ്രതാപൻ. 2019-24 കാലയളവിൽ MP ഫണ്ടിൽ നിന്ന് കോർപ്പറേഷനിലെ വിവിധ പദ്ധതികൾക്കായി 3,57,72,000 രൂപ ചെലവഴിച്ചു. ഈ പദ്ധതികളുടെ നിർമ്മാണോദ്ഘാടന ചടങ്ങുകളിലെല്ലാം മേയർ ഉദ്ഘാടകനോ അധ്യക്ഷനോ ആയിരുന്നു. ഐ ലവ് തൃശൂരുമായി ബന്ധപ്പെട്ട് മേയറുടെ ചേംബറിലും കൌൺസിൽ ഹാളിലും പോയി ചർച്ച നടത്തിയിട്ടുണ്ടെന്നും മേയർക്ക് ഓർമ്മക്കുറവുണ്ടോ എന്ന് വിദഗ്ധമായി വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കണമെന്നും പ്രതാപൻ പറഞ്ഞു. ഒരു യഥാർത്ഥ കോൺഗ്രസുകാരനും പാർട്ടി വിട്ട് BJPയിലേക്ക് പോകില്ലെന്നും ഭാഗ്യാന്വേഷകർ പോകുമെന്നും അത് കോൺഗ്രസിനെ ബാധിക്കില്ലെന്നും ഈ തെരഞ്ഞെടുപ്പിൽ തൃശൂർ കോർപ്പറേഷനിൽ കോൺഗ്രസ് മേയർ അധികാരത്തിൽ വരുമെന്നും പ്രതാപൻ അഭിപ്രായപ്പെട്ടു. തൃശൂർ കോർപ്പറേഷനിൽ ഏറ്റവും കൂടുതൽ ഫണ്ട് ചെലവഴിച്ചത് TN പ്രതാപൻ MP ആയിരുന്ന കാലത്താണെന്നും BJPയെ സംതൃപ്തിപ്പെടുത്താൻ വേണ്ടിയാണ് പഴയ MP ഫണ്ട് തന്നില്ലെന്ന് പറയുന്നതെന്നും കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവ് രാജൻ ജെ പല്ലൻ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ KPCC സെക്രട്ടറിമാരായ ജോൺ ഡാനിയൽ, A പ്രസാദ് എന്നിവരും പങ്കെടുത്തു. TCV ന്യൂസ്, തൃശൂർ. മണ്ണുത്തി ഇടപ്പള്ളി പാതയിൽ യാത്രാ ദുരിതം രൂക്ഷമെന്ന് തൃശൂർ ജില്ലാ കളക്ടറുടെ റിപ്പോർട്ട്. ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലാണ് കളക്ടർ യാത്രാ ദുരിതം പരാമർശിക്കുന്നത്. ദേശീയപാതയിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷമാണ്. ദേശീയപാതയിലെ നിർമ്മാണ പ്രവൃത്തികൾ സംബന്ധിച്ച റിപ്പോർട്ടിലാണ് റോഡിലെ ദുരവസ്ഥ വ്യക്തമാക്കുന്നത്. ദേശീയപാതയിൽ പലയിടത്തും ആഴത്തിൽ കുഴിയെടുത്തതായും യാത്രക്കാർക്ക് സുരക്ഷാ ഭീഷണിയുള്ളതായും റിപ്പോർട്ടിൽ പറയുന്നു. സർവീസ് റോഡുകൾ പലതും തകർന്ന നിലയിലാണ്. മഴയിൽ വെള്ളക്കെട്ട് രൂപപ്പെടുന്നുണ്ട്. നിർമ്മാണ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കണമെന്നും ട്രാഫിക് മാനേജ്മെന്റ് കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും ദേശീയപാത അതോറിറ്റിയോട് ഹൈക്കോടതി നിർദ്ദേശിച്ചു. IM വിജയൻ സ്പോർട്സ് കോംപ്ലക്സ് ലാലൂരിൽ ഇന്ന് നാടിന് സമർപ്പിക്കും. വൈകിട്ട് 5-ന് കായികമന്ത്രി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്യും. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, മന്ത്രിമാരായ K രാജൻ, R ബിന്ദു തുടങ്ങിയവർ പങ്കെടുക്കും. 14 ഏക്കർ സ്ഥലത്താണ് കിഫ്ബി ധനസഹായത്തോടെ IM വിജയൻ സ്പോർട്സ് കോംപ്ലക്സ് നിർമ്മിച്ചത്. 5000 പേർ ഉൾക്കൊള്ളാവുന്ന ഇൻഡോർ സ്റ്റേഡിയം, ബാസ്കറ്റ്ബോൾ, വോളിബോൾ, ബാഡ്മിന്റൺ, ഹാൻഡ്ബോൾ തുടങ്ങിയ കോർട്ടുകളും കോംപ്ലക്സിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ ഫ്ളാഗ് ഓഫ് ചെയ്ത വാഹനം പുഴയിലേക്ക് മറിഞ്ഞു. വാഹനത്തിലുണ്ടായിരുന്ന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അരവിന്ദാക്ഷനും ഡ്രൈവർ ബിന്ദുവും അത്ഭുതകരമായി രക്ഷപ്പെട്ടു. വടക്കാഞ്ചേരി നഗരസഭയുടെ പുനരുപയോഗ സാധന സാമഗ്രികൾ കൊണ്ടുപോകാനായി വാങ്ങിയ വാഹനത്തിന്റെ ഉദ്ഘാടനത്തിനിടെയാണ് വാഹനം പുഴയിലേക്ക് മറിഞ്ഞത്. കൂടുതൽ വിവരങ്ങളുമായി അരുൺദാസ് ചേരുന്നു. അരുൺദാസ്, എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത്? ലിബീഷ്, ഇന്ന് ഉച്ചയോടെയാണ് സംഭവം. ഇന്ന് വടക്കാഞ്ചേരി നഗരസഭയുടെ പുനരുപയോഗ സാധന സാമഗ്രികളുടെ കൈമാറ്റക്കടയുടെ ആവശ്യങ്ങൾക്കായി വാങ്ങിയ വാഹനം, അതിന്റെ ഉദ്ഘാടനമായിരുന്നു. ഇത് നഗരസഭ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അരവിന്ദാക്ഷനും വാഹനത്തിന്റെ ഡ്രൈവർ ബിന്ദു, ഇവർ രണ്ടുപേരുമാണ് ആ സമയം വാഹനത്തിൽ ഉണ്ടായിരുന്നത്. വാഹനത്തിന്റെ ഉദ്ഘാടനത്തിന്റെ ഭാഗമായി നഗരസഭാ ചെയർമാനായ PN സുരേന്ദ്രൻ വാഹനം ഫ്ളാഗ് ഓഫ് ചെയ്തതിനു ശേഷം വാഹനം മുന്നോട്ടെടുത്തപ്പോൾ പെട്ടെന്ന് അതിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ട് നേരെ തൊട്ടു മുന്നിലുള്ള പുഴയിലേക്ക് മറിയുകയായിരുന്നു.
ഈ വാഹനത്തിന്റെ മുന്നിൽ അതേസമയം ആളുകളൊന്നും നിൽക്കാതിരുന്ന വലിയ ഒരു അപകടം ഒഴിവായി. തുടർന്ന് ഈ വാഹനത്തിൽ ഉള്ളിൽ ഉണ്ടായിരുന്ന ബിന്ദുവും അരവിന്ദാക്ഷനും വെള്ളത്തിൽ പൂർണ്ണമായും വാഹനം മുങ്ങിയ നിലയിലായിരുന്നു. തുടർന്ന് അവർ വാഹനത്തിന്റെ സൈഡ് ഡോർ തുറന്ന് പുറത്തേക്ക് വന്നു. തുടർന്ന് കരയിലുണ്ടായിരുന്ന മറ്റ് ജീവനക്കാരും മറ്റു ആളുകളും ചേർന്ന് പുഴയിലേക്ക് പെട്ടെന്ന് ഇറങ്ങി ഇവരെ രക്ഷപ്പെടുത്തുകയായിരുന്നു. തുടർന്ന് വടം കെട്ടിയിട്ട് ക്രെയിനിന്റെ സഹായത്തോടെ വാഹനം കരയ്ക്കെത്തിക്കുകയായിരുന്നു. നിതീഷ്. വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ ഫ്ളാഗ് ഓഫ് ചെയ്ത വാഹനം പുഴയിലേക്ക് മറിഞ്ഞു. വിവരങ്ങൾ നൽകുകയായിരുന്നു അരുൺ. മറ്റു വാർത്തകളിലേക്ക്. ഗുരുവായൂരിൽ വീണ്ടും തെരുവുനായ ആക്രമണം. അടഞ്ഞുകിടക്കുന്ന വീട് വൃത്തിയാക്കാനെത്തിയ തൊഴിലാളിക്ക് തെരുവുനായയുടെ കടിയേറ്റു. ഹരിദാസ് നഗറിൽ ചിറ്റിലടുത്ത് സതീഷ് കുമാറിനാണ് കടിയേറ്റത്. താമരയൂർ പൂങ്കാവനം റോഡിൽ പെലക്കാട്ട് മഞ്ജുവിന്റെ വീട് വൃത്തിയാക്കാൻ എത്തിയപ്പോഴാണ് സംഭവം. പ്രസവിച്ചു കിടക്കുകയായിരുന്ന നായ ഓടിയെത്തി കാലിൽ കടിക്കുകയായിരുന്നു. ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. കഴിഞ്ഞ ദിവസം തൈക്കാട് മേഖലയിൽ 25ഓളം പേർക്ക് തെരുവുനായയുടെ കടിയേറ്റിരുന്നു. റാപ്പർ വേടന് ബലാത്സംഗ കേസിലെ ജാമ്യവ്യവസ്ഥയിൽ ഇളവ് നൽകി ഹൈക്കോടതി. വിദേശത്ത് സംഗീത പരിപാടി അവതരിപ്പിക്കുന്നതിനാണ് ജാമ്യവ്യവസ്ഥയിൽ ഇളവ് നൽകിയത്. തൃക്കാക്കര പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലും കോടതി ജാമ്യവ്യവസ്ഥ റദ്ദാക്കി. മുൻകൂർ ജാമ്യത്തിലെ രാജ്യം വിട്ടുപോകരുതെന്ന വ്യവസ്ഥയാണ് ഹൈക്കോടതി റദ്ദാക്കിയത്. നേരത്തെ വിദ്യാർത്ഥിയെ അപമാനിച്ചെന്ന കേസിൽ വേടന് ജാമ്യവ്യവസ്ഥയിൽ ഇളവ് ലഭിച്ചിരുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥൻ ആവശ്യപ്പെടുമ്പോൾ ഹാജരാകണമെന്നും രാജ്യം വിടുന്നുണ്ടെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥനെ അറിയിക്കണമെന്നുമായിരുന്നു അന്ന് നിർദ്ദേശമുണ്ടായിരുന്നത്. വെങ്കിടങ്ങ് പഞ്ചായത്തിലെ മേച്ചേരിപ്പടി തണ്ടഴിപ്പാടം വയൽദേവി ക്ഷേത്രത്തിന്റെ കല്ലുവിളക്ക് മറിഞ്ഞു വീണ നിലയിൽ. വെങ്കിടങ്ങ് പഞ്ചായത്ത് ഗ്രൗണ്ടിന് സമീപത്തുള്ള ക്ഷേത്രത്തിലെ കൽവിളക്കാണ് വീണ നിലയിൽ രാവിലെ കണ്ടത്. മാസങ്ങൾക്ക് മുൻപ് കൽവിളക്കിൽ ഭക്ഷണാവശിഷ്ടങ്ങൾ നിക്ഷേപിച്ചിരുന്നതായി കണ്ടിരുന്നു. ഇത്തരത്തിൽ പ്രവർത്തിക്കുന്ന സാമൂഹ്യദ്രോഹികൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് ക്ഷേത്രം അധികൃതർ പറഞ്ഞു. പാവറട്ടി പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. BJP ജില്ലാ വൈസ് പ്രസിഡന്റ് സർജു തോയക്കാവ്, കർഷക മോർച്ച സംസ്ഥാന സെക്രട്ടറി ഷൈജൻ നമ്പനത്ത്, വിജയൻ അപ്പനാത്ത്, AB സ്മികേഷ്, PV സതീഷ് എന്നിവരും സ്ഥലത്തെത്തി പ്രതിഷേധം അറിയിച്ചു. സാമൂഹ്യ ദ്രോഹികൾ പോലും ഈ ക്ഷേത്രത്തിനെതിരെ ഏറെ കാലങ്ങളായി നടക്കും. കുറച്ച് നാൾ മുമ്പ് ബിരിയാണി കൽവിളക്കി കൊണ്ടുവന്നിക്കുകയും അന്നൊരു വിവാദം ഉണ്ടായി, പോലീസ് കേസെടുക്കുകയും അദ്ദേഹത്തെ കോടതിയിൽ ഹാജരാക്കുകയൊക്കെ ഉണ്ടായ സംഭവങ്ങളുണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ ആചാരവും വിശ്വാസവും തകർക്കുന്നതിന് വേണ്ടി ആസൂത്രിതമായിട്ട് ആരൊക്കെയോ ഇതിൻ്റെ പിന്നിൽ കളിക്കുന്നു എന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വീണ്ടും വാർത്തകളിലേക്ക്. ചാവക്കാട് കടപ്പുറം തൊട്ടാപ്പ് മാളൂട്ടി വളവിൽ നിയന്ത്രണം വിട്ട ബൈക്ക് താഴ്ചയിലേക്ക് മറിഞ്ഞ് യുവാവ് മരിച്ചു. വെള്ളാങ്ങല്ലൂർ തൈപ്പറമ്പിൽ വീട്ടിൽ 22 വയസ്സുള്ള റിസാലാണ് മരിച്ചത്. ഒപ്പമുണ്ടായിരുന്ന തളിക്കുളം പണിക്ക് വീട്ടിൽ ഷാഹിദിനെ സാരമായ പരിക്കുകളോടെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നിയന്ത്രണം വിട്ട ബൈക്ക് മാളൂട്ടി വളവിൽ റോഡരികിലെ തെങ്ങിൻ പറമ്പിലെ 4 അടിയോളം താഴ്ചയിലേക്കാണ് മറിഞ്ഞത്. തെങ്ങിൽ ഇടിച്ച് 10 മീറ്ററോളം ദൂരേക്ക് ബൈക്ക് തെറിച്ചു വീണു. പെരിഞ്ഞനം പൊന്മാനിക്കുടത്തിനടുത്ത് കനോലി കനാലിൽ മധ്യവയസ്കനെ മരിച്ച നിലയിൽ കണ്ടെത്തി. ഇരിങ്ങാലക്കുട സ്വദേശി കൈമാപ്പറമ്പിൽ 65 വയസ്സുള്ള അജയനാണ് മരിച്ചത്. പൊന്മാനിക്കുടം മുനിയം കടവിന് തെക്ക് ഇന്ന് രാവിലെയാണ് മൃതദേഹം കണ്ടത്. കയ്പമംഗലം പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. അക്രമകാരികളായ തെരുവ് നായ്ക്കളുടെ ഉപദ്രവം തടയുന്നതിന് വേണ്ടി പഞ്ചായത്തും ബന്ധപ്പെട്ട അധികാരികളും നടപടിയെടുക്കണമെന്ന് പ്രദേശവാസിയായ യൂസഫ്. ഉണർന്നു പ്രവർത്തിക്കണമെന്ന് ദേശമംഗലം സ്വദേശിയായ അയോട്ടിൽ വീട്ടിൽ യൂസഫ് പറയുന്നു. കഴിഞ്ഞ ദിവസം ദേശമംഗലം പഞ്ചായത്തിലെ വറവട്ടൂരിലുണ്ടായ തെരുവുനായ ആക്രമണത്തിൽ യൂസഫിനും നായയുടെ കടിയേറ്റിരുന്നു. പുലർച്ചെ നിസ്കരിക്കുന്നതിന് വേണ്ടി പള്ളിയിൽ പോകുന്നതിനിടെയാണ് തെരുവുനായയുടെ ആക്രമണം ഉണ്ടായത്. ഇതുകൂടാതെ പഞ്ചായത്തിലെ 7ഓളം പേർക്കും കടിയേറ്റിട്ടുണ്ട്. കടിയേറ്റ ഒരു സ്ത്രീ ഗുരുതര പരിക്കുകളോടെ പട്ടാമ്പി ആശുപത്രിയിൽ ചികിത്സയിലാണ്. ദേശമംഗലം പ്രദേശത്ത് ഇതിനു മുൻപും പലതവണ തെരുവുനായ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. എന്നാൽ യാതൊരു തരത്തിലുള്ള പരിഹാരവും കാണുവാൻ ബന്ധപ്പെട്ട അധികാരികൾക്ക് കഴിഞ്ഞിട്ടില്ലെന്നും ശാശ്വത പരിഹാരം ഉടനെ ഉണ്ടാക്കണമെന്നും യൂസഫ് ആവശ്യപ്പെട്ടു. ഇന്ന് രാവിലെ സുബൈക്ക് പള്ളിയിൽ പോകുമ്പോൾ നായ വന്ന് കടിച്ചു. നായ വന്ന് കഴുത്തിലേക്കാണ് ചാടിയത്. അപ്പോൾ കയ്യേറ്റ് തടുത്തപ്പോൾ കൈ തൊള്ളയെ പെട്ടു. അതോടം കൊണ്ട് നിങ്ങൾ പഞ്ചായത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം ഇതിനുണ്ടാക്കണം.
അല്ലാതെ ശരിയായില്ല. ഇനി മറ്റൊരാളെ കടിക്കാനുള്ളൊരു ഇട വരുത്തരുത്. പള്ളിപ്പെരുന്നാളിനിടെ യുവാക്കളെ പോലീസ് അകാരണമായി മർദ്ദിച്ചതായി ആരോപണം. കുന്നംകുളം SI വൈശാഖിനെതിരെയാണ് ഗുരുതര ആരോപണം ഉയർന്നിട്ടുള്ളത്. കുന്നംകുളം സെന്റ് ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് പള്ളിപ്പെരുന്നാളിന്റെ ഭാഗമായി പ്രാദേശിക പെരുന്നാൾ കമ്മിറ്റിയുടെ ആഘോഷം കുറുക്കൻപാറയിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ കുന്നംകുളം SI യുവാക്കളെ ഭീകരമായി തല്ലിച്ചതച്ചായാണ് ആക്ഷേപം. കുറുക്കൻപാറയിലെ CPIM ബ്രാഞ്ച് സെക്രട്ടറി രജീഷ് ഉൾപ്പെടെയുള്ള 6 യുവാക്കൾക്കാണ് ക്രൂരമർദ്ദനമേൽക്കേണ്ടി വന്നത്. പുലർച്ചെ 3-ന് യുവാക്കൾ ഒരുമിച്ചിരുന്ന് സംസാരിക്കുമ്പോൾ 2 പോലീസ് ജീപ്പുകൾ മുന്നിൽ വന്ന് നിർത്തുകയായിരുന്നു. സബ് ഇൻസ്പെക്ടർ വൈശാഖും പോലീസ് സംഘവും ചാടിയിറങ്ങി മർദ്ദിക്കുകയായിരുന്നുവെന്ന് യുവാക്കൾ ആരോപിച്ചു. ഗുരുവായൂർ തിരുവനന്തപുരം ഇന്റർസിറ്റി എക്സ്പ്രസിന് പുതുക്കാട് സ്റ്റോപ്പ് അനുവദിക്കാത്തതിൽ പ്രതിഷേധിച്ച് യാത്രക്കാർ സൂചനാ സമരം നടത്തി. പുതുക്കാട് മണ്ഡലത്തിലെ യാത്രക്കാർക്ക് പുറമെ ചേർപ്പ് മാപ്രാണം മേഖലയിലെ യാത്രക്കാർക്കും ഏറെ പ്രയോജനപ്പെടുന്ന ട്രെയിന് പുതുക്കാട് സ്റ്റോപ്പ് അനുവദിക്കണമെന്ന് വർഷങ്ങളായുള്ള ആവശ്യമാണ്. കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിനും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കും നിവേദനം നൽകിയിട്ടും സ്റ്റോപ്പ് അനുവദിച്ചു കിട്ടാത്തതിൽ പ്രതിഷേധിച്ചായിരുന്നു സമരം. ട്രെയിൻ പാസഞ്ചേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് PR വിജയകുമാർ സമരം ഉദ്ഘാടനം ചെയ്തു. PG മോഹനൻ, വർഗീസ് തെക്കേത്തല, അരുൺ ലോഹിതാക്ഷൻ, V വിജിൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. സ്റ്റേഷനിൽ ഫുട് ഓവർ ബ്രിഡ്ജ് നിർമ്മിക്കുക, 2ാം പ്ലാറ്റ്ഫോം നീളം വർദ്ധിപ്പിച്ച് യാത്രക്കാർക്ക് സുരക്ഷ ഉറപ്പുവരുത്തുക എന്നീ ആവശ്യവും യാത്രക്കാർ ഉന്നയിച്ചു. തൃശൂർ കോർപ്പറേഷൻ മുൻ കൗൺസിലറും കോൺഗ്രസ് ബ്ലോക്ക് ഭാരവാഹിയുമായിരുന്ന KM ഭാസ്കരൻ BJPയിൽ ചേർന്നു. കോൺഗ്രസിൽ സാധാരണക്കാർക്ക് നീതി ലഭിക്കുന്നില്ലെന്ന് അദ്ദേഹം തൃശൂരിൽ നടത്തിയ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. BJP മേഖലാ പ്രസിഡന്റ് A നാഗേഷ്, സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ്, അഡ്വക്കേറ്റ് KR ഹരി, PK ബാബു എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. നീഡ്സിന്റെ 18ാം വാർഷികാഘോഷവും കേരളപ്പിറവി ദിനാഘോഷവും ഇരിങ്ങാലക്കുടയിൽ നീഡ്സ് പ്രസിഡന്റും മുൻ സർക്കാർ ചീഫ് വിപ്പുമായ തോമസ് ഉണ്ണിയാടൻ ഉദ്ഘാടനം ചെയ്തു. വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെ ചടങ്ങിൽ ആദരിച്ചു. നീഡ്സ് വൈസ് പ്രസിഡന്റ് പ്രൊഫസർ R ജയറാം അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ S ശ്രീകുമാർ, ഗുലാം മുഹമ്മദ്, ബോബി ജോസ്, KP ദേവദാസ്, ആശാലത, PC ജോർജ് എന്നിവർ സംസാരിച്ചു. ബോബി ജോസ്, കലാഭവൻ നൌഷാദ്, ഉണ്ണികൃഷ്ണൻ, PI ഷംസുദ്ദീൻ, മിനു ഷംസുദ്ദീൻ, കാക്കര സുകുമാരൻ, കൃഷ്ണകുമാരി സുകുമാരൻ, അർമാൻ, മിഹിക എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. വേലൂർ ഗ്രാമകം കൾച്ചറൽ അക്കാദമി നേതൃത്വത്തിൽ മലയാള ഭാഷയും മാറുന്ന കേരളവും എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. കവിയും ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജ് അധ്യാപകനുമായ ഡോക്ടർ ബിജു ബാലകൃഷ്ണൻ പ്രഭാഷണം നടത്തി. PR മോഹനൻ അധ്യക്ഷനായിരുന്നു. ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ, P കൃഷ്ണദാസ്, CF രാജു തുടങ്ങിയവർ സംസാരിച്ചു. ആം ആദ്മി പാർട്ടി തൃശൂർ ജില്ലയിലെ 1ാം ഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനവും കോർപ്പറേഷൻ പ്രകടന പത്രികയുടെ പ്രകാശനവും വെബ്സൈറ്റ് ഉദ്ഘാടനവും നടന്നു. തൃശൂർ കോർപ്പറേഷനിലെ 56 ഡിവിഷനുകളിലും ജില്ലാ പഞ്ചായത്തിലെ 30 ഡിവിഷനുകളിലും ആം ആദ്മി പാർട്ടി ഇത്തവണ മത്സരിക്കും. തൃശൂർ കോർപ്പറേഷനെ സുസ്ഥിരവും ജനകേന്ദ്രീകൃതവും ലോക നിലവാരത്തിലുമുള്ളതുമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെയാണ് കോർപ്പറേഷൻ പ്രകടന പത്രിക പുറത്തിറക്കിയിരിക്കുന്നത്. വാർത്താസമ്മേളനത്തിൽ ആം ആദ്മി പാർട്ടി യൂത്ത് സംസ്ഥാന പ്രസിഡന്റ് ജിതിൻ സദാനന്ദൻ, ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ ഷാജു കാവുങ്ങൽ, ജില്ലാ സെക്രട്ടറി ഡോക്ടർ CS ഉണ്ണികൃഷ്ണൻ, റാണി ആൻഡോ, തൃശൂർ നിയോജകമണ്ഡലം പ്രസിഡന്റ് ആന്റണി തട്ടിൽ എന്നിവർ പങ്കെടുത്തു. കൊച്ചിൻ ദേവസ്വം ബോർഡ് ഓഫീസിന്റെ സോളാർ പ്ലാന്റ് സ്വിച്ച് ഓൺ മന്ത്രി R ബിന്ദു നിർവഹിച്ചു. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. P ബാലചന്ദ്രൻ MLA, ദേവസ്വം അംഗങ്ങളായ അഡ്വക്കേറ്റ് KP അജയൻ, KK സുരേഷ് ബാബു തുടങ്ങിയവർ സംസാരിച്ചു. ദേവസ്വം ബോർഡ് മധ്യ കേരളത്തിലെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് യൂത്ത് കോൺഗ്രസ് തൃശൂർ കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ സംഘടിപ്പിച്ച ഉപവാസ സമരം മുൻ MP TN പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് തൃശൂർ മണ്ഡലം പ്രസിഡന്റ് K സുമേഷ് അധ്യക്ഷത വഹിച്ചു. KPCC സെക്രട്ടറി A പ്രസാദ്, യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ സെക്രട്ടറി ശ്രീലാൽ ശ്രീധർ, ജില്ലാ പ്രസിഡന്റ് ഹരീഷ് മോഹൻ, ഫ്രാൻസിസ് ചാലിശ്ശേരി തുടങ്ങിയവർ സംസാരിച്ചു. ലൈഫ് ഭവന പദ്ധതിയുമായി ബന്ധപ്പെട്ട് എരുമപ്പെട്ടി പഞ്ചായത്തിലെ മുൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും കോൺഗ്രസ് നേതാവുമായ NK കബീറിനെതിരെ CPM ആരോപണം. ലൈഫ് ഭവന നിർമ്മാണ പദ്ധതി വഴി 2017 ലഭിച്ച വീടിന്റെ രേഖകൾ ഉപയോഗിച്ച് ആനുകൂല്യങ്ങൾ തട്ടാൻ ശ്രമിച്ചതായാണ് ആരോപണം. ലൈഫ് ഭവന പദ്ധതി പ്രകാരം ലഭിച്ച വീട് 12 വർഷം കൈമാറ്റം ചെയ്യുകയോ വാടകയ്ക്ക് കൊടുക്കുകയോ ചെയ്യരുതെന്നാണ് നിയമം. ഈ വ്യവസ്ഥ ലംഘിച്ച് കോൺഗ്രസിന്റെ പ്രാദേശിക നേതാവിനു വേണ്ടി വ്യാജ വാടക കരാർ ഉണ്ടാക്കിയെന്ന് CPM ആരോപിച്ചു. കൂടാതെ BPL റേഷൻ കാർഡ് നേടുന്നതിന് സാക്ഷ്യപത്രം നൽകിയതായും പരാതി ഉയർന്നു. ബഹുനില വീട്ടിൽ താമസിക്കുന്ന വാർഡ് കോൺഗ്രസ് പ്രസിഡന്റിന് NK കബീർ ലൈഫ് വീട് ഉപയോഗിച്ച് വ്യാജരേഖയുണ്ടാക്കി BPL കാർഡ് ലഭിക്കുന്നതിനുള്ള സാഹചര്യമൊരുക്കുകയായിരുന്നു. കരിയന്നൂരിൽ കബീറിന്റെ ഉടമസ്ഥതയിലുള്ള ജനസേവന കേന്ദ്രത്തെ ഉപയോഗപ്പെടുത്തിയാണ് ഇത്തരത്തിലുള്ള വ്യാജരേഖ നിർമ്മാണം നടന്നതെന്ന് CPM ആരോപിച്ചു. അനധികൃതമായി നിർമ്മിച്ച റേഷൻ കാർഡുകളും അനുബന്ധ രേഖകളും പരിശോധിച്ച്
ശക്തമായ നിയമ നടപടികൾ ഇവർക്കെതിരെ സ്വീകരിക്കണമെന്ന് CPM എരുമപ്പെട്ടി പഞ്ചായത്ത് കമ്മിറ്റി യോഗം ആവശ്യപ്പെട്ടു. ഏരിയ കമ്മിറ്റി അംഗം KM അഷ്റഫ് അധ്യക്ഷത വഹിച്ചു. MS സിദ്ധൻ, S ബസന്തലാൽ, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരായ M നന്ദീഷ്, PC അബാൽമണി എന്നിവർ സംസാരിച്ചു. TCV ന്യൂസ്, എരുമപ്പെട്ടി. അതിദാരിദ്ര്യമുക്ത പ്രഖ്യാപനത്തിന്റെ ഭാഗമായി വടക്കാഞ്ചേരി നഗരസഭയിലെ എങ്കക്കാട് 21-ാം ഡിവിഷനിൽ ആഹ്ലാദ പ്രകടനവും പൊതുയോഗവും നടന്നു. വടക്കാഞ്ചേരി നഗരസഭാ കൗൺസിലർ ഷീല S കൃഷ്ണ, CPM ഓട്ടുപാറ ലോക്കൽ കമ്മിറ്റി അംഗം മിഥുൻ സജീവ്, CPM ബ്രാഞ്ച് സെക്രട്ടറിമാരായ O രാജൻ, OK കണ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. അഖില കേരള ധീവരസഭ കൊടുങ്ങല്ലൂർ താലൂക്ക് കമ്മിറ്റി സംഘടിപ്പിച്ച കുടുംബ സംഗമം കയ്പമംഗലം വഞ്ചിപ്പുരയിൽ ധീവരസഭ സംസ്ഥാന ജനറൽ സെക്രട്ടറി V ദിനകരൻ ഉദ്ഘാടനം ചെയ്തു. താലൂക്ക് പ്രസിഡന്റ് ദിവാകരൻ കുറുപ്പത്ത് അധ്യക്ഷനായി. സംസ്ഥാന പ്രസിഡന്റ് MV വാരിജാക്ഷൻ, മുൻ പ്രസിഡന്റ് PN ബാലകൃഷ്ണൻ, PV ജനാർദ്ദനൻ, അഡ്വക്കേറ്റ് ഷാജു തലശ്ശേരി, മണി കാവുങ്ങൽ തുടങ്ങിയവർ സംസാരിച്ചു. നിയോജക മണ്ഡലങ്ങളിൽ നിർണായക സ്വാധീനമുള്ള ഒരു ജനസമൂഹമാണ്. കേരളപ്പിറവി ദിനത്തോടനുബന്ധിച്ച് ഉണ്ണികൃഷ്ണൻ പുതൂർ സ്മാരക ട്രസ്റ്റ് ആൻഡ് ഫൗണ്ടേഷൻ സാഹിത്യകാരൻ പാങ്ങിൽ ഭാസ്കരനെ ആദരിച്ചു. കേരള സാഹിത്യ അക്കാദമി സെക്രട്ടറി CP അബൂബക്കർ ഉദ്ഘാടനം ചെയ്തു. ഫൗണ്ടേഷൻ ചെയർമാൻ ഷാജു പുതൂർ അധ്യക്ഷത വഹിച്ചു. സാഹിത്യ അക്കാദമി വൈസ് പ്രസിഡന്റ് അശോകൻ ചെരുവിൽ, ലൈബ്രറി കൗൺസിൽ ജില്ലാ പ്രസിഡന്റ് പ്രൊഫസർ M ഹരിദാസ്, ഡോക്ടർ P രശ്മി, ചെറുകുതാകർത്ത് P ശങ്കരനാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു. മത്സ്യബന്ധന കേന്ദ്രമായ അഴീക്കോട് വഞ്ചിക്കടവിലും പൂച്ചക്കടവിലും സോളാർ ലൈറ്റുകൾ സ്ഥാപിച്ചു. 5 ലക്ഷം രൂപ ചെലവഴിച്ചാണ് 7 സോളാർ ലൈറ്റുകൾ സ്ഥാപിച്ചത്. മത്സ്യബന്ധന വഞ്ചികൾ കെട്ടിയിടുന്ന സ്ഥലത്തു നിന്നും എഞ്ചിനുകളും വലയും ഉൾപ്പെടെയുള്ളവ മോഷണം പോകുന്നത് തടയാനാണ് ഇത്. പ്രദേശവാസികളുടെ പരാതിയെ തുടർന്നാണ് പഞ്ചായത്ത് നടപടി സ്വീകരിച്ചത്. എറിയാട് പഞ്ചായത്ത് പ്രസിഡന്റ് KP രാജൻ സോളാർ ലൈറ്റുകൾ ഉദ്ഘാടനം ചെയ്തു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PK അസീം സന്നിഹിതനായിരുന്നു. കോടശ്ശേരി പഞ്ചായത്തിലെ പ്രധാന റോഡായ കുറ്റിച്ചിറ ചായ്പൻകുഴി റോഡ് PWD ഏറ്റെടുക്കണമെന്ന ആവശ്യം ശക്തം. ജില്ലാ പഞ്ചായത്തിന്റെ പരിധിയിലുള്ള റോഡ് PWDക്ക് വിട്ടു നൽകുന്നതിന് 1 വർഷം മുൻപ് സമ്മതപത്രം നൽകിയിട്ടും പൊതുമരാമത്ത് വകുപ്പ് ഏറ്റെടുക്കാൻ തയ്യാറാകാത്തതിനെ തുടർന്ന് പൊതുപ്രവർത്തകനായ KM ജോസ് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരുന്നു. വിഷയം പരിഗണിക്കുവാൻ നോഡൽ ഓഫീസർക്ക് കൈമാറിയതായി മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. കൃഷിവകുപ്പിന്റെ നേതൃത്വത്തിൽ മാള ബ്ലോക്ക് പഞ്ചായത്തിന്റെ സഹകരണത്തോടെ കിസാൻ മേള സംഘടിപ്പിച്ചു. VR സുനിൽകുമാർ MLA ഉദ്ഘാടനം നിർവഹിച്ചു. മാള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രേഖ ഷാൻഡി ജോസഫ് അധ്യക്ഷയായി. വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ ഷിജി യാക്കോബ്, ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ ജോസ് മാഞ്ഞൂരാൻ, ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷ ബിന്ദു ഷാജു, ജുമൈല സഗീർ, സിൽവി സേവ്യർ തുടങ്ങിയവർ സംസാരിച്ചു. മുല്ലശ്ശേരി വിദ്യാഭ്യാസ ഉപജില്ലാ കലോത്സവത്തിന്റെ ഭാഗമായി നടത്തിയ വിളംബര ഘോഷയാത്ര ആകർഷകമായി. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതി വേണുഗോപാൽ വിളംബര ഘോഷയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു. പാവറട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് MM റജീന, പബ്ലിസിറ്റി കമ്മിറ്റി ചെയർമാൻ OJ ഷാജൻ, കൺവീനർ KJ മേജോ, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിമല സേതുമാധവൻ, ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ഷീബ ചാക്കോ എന്നിവർ സംസാരിച്ചു. നിയുക്ത ശബരിമല മേൽശാന്തി ഏറന്നൂർ പ്രസാദ് നമ്പൂതിരിയെ പൂരപ്രേമി സംഘം പ്രവർത്തകർ ആദരിച്ചു. പൂരപ്രേമി സംഘം രക്ഷാധികാരി നന്ദൻ വാഗയിൽ, പ്രസിഡന്റ് ബൈജു താഴേക്കാട്, കൺവീനർ വിനോദ് കണ്ടങ്കാവിൽ, മേളപ്രമാണി ചെറുശ്ശേരി കുട്ടന്മാനാർ എന്നിവർ പങ്കെടുത്തു. കേരള ദേവസ്വം എംപ്ലോയീസ് ഫെഡറേഷൻ BMS പ്രഥമ സംസ്ഥാന സമ്മേളനം ബുധനാഴ്ച ഗുരുവായൂരിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ടൗൺ ഹാളിൽ രാവിലെ 10 ആരംഭിക്കുന്ന സമ്മേളനം മുൻ DGP TP സെൻകുമാർ ഉദ്ഘാടനം ചെയ്യും. കേരളത്തിലെ വിവിധ ദേവസ്വം ബോർഡുകളുടെ കീഴിലുള്ള ക്ഷേത്രങ്ങളിൽ നിന്നായി 500ഓളം പ്രതിനിധികൾ പങ്കെടുക്കും. K സുധാകരൻ, TC സേതുമാധവൻ, സേതു തിരുവെങ്കിടം, AC കൃഷ്ണൻ, KA ജയതിലകൻ, VK സുരേഷ് ബാബു എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ചാവക്കാട് നഗരസഭയിലെ LDF ഭരണസമിതിയുടെ ദുർഭരണത്തിനെതിരെ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 2 ദിവസം നീണ്ടു നിൽക്കുന്ന കുറ്റവിചാരണ യാത്രയ്ക്ക് തുടക്കമായി. ചാവക്കാട് മുനിസിപ്പൽ സ്ക്വയറിൽ നടന്ന പരിപാടി മുൻ DCC പ്രസിഡന്റ് O അബ്ദുറഹ്മാൻ കുട്ടി ഉദ്ഘാടനം ചെയ്തു. ജാഥ ക്യാപ്റ്റന്മാരായ മുൻ ബ്ലോക്ക് പ്രസിഡന്റ് CA ഗോപപ്രതാപൻ, മണ്ഡലം പ്രസിഡന്റ് KV ഷാനവാസ് എന്നിവർക്ക് പതാക കൈമാറി. നഗരസഭാ പ്രതിപക്ഷ നേതാവ് KV സത്താർ സംബന്ധിച്ചു. ജാഥ പര്യടനം വൈകിട്ട് പുത്തൻകടപ്പുറത്ത് സമാപിക്കും. നാളെ വൈകിട്ട് പുന്ന സെന്ററിൽ ജാഥ സമാപിക്കും. KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം TN പ്രതാപൻ ഉദ്ഘാടനം ചെയ്യും. സ്വർണ്ണവിലയിൽ വർധനവ്. പവന് 120 രൂപ ഉയർന്ന് 90,320 രൂപയിലെത്തി. ഗ്രാമിന് 15 രൂപ കൂടി 11,290 രൂപയിലെത്തി. 1 ഗ്രാം 24 കാരറ്റ് സ്വർണത്തിന് 12,317 രൂപയും പവന് 98,536 രൂപയുമാണ് ഇന്നത്തെ നിരക്ക്. തൃശൂർ വെസ്റ്റ് ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് പറപ്പൂർ സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തിരിതെളിഞ്ഞു. സ്കൂൾ കലോത്സവം MLA സേവ്യർ ചിറ്റിലപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. തോളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീകല കുഞ്ഞുണ്ണി അധ്യക്ഷയായിരുന്നു.
ചിത്രകാരനും ഗായകനുമായ ഏങ്ങണ്ടിയൂർ കാർത്തികേയൻ സ്കൂൾ മാനേജർ ഫാദർ സെബി പുത്തൂരിന്റെ ചിത്രം പാട്ടുപാടിക്കൊണ്ട് വരച്ച് കലോത്സവ കലാദീപം തെളിയിച്ചു. പുഴയ്ക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലീല രാമകൃഷ്ണൻ, ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ, അധ്യാപക സംഘടനാ ഭാരവാഹികൾ, വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ, പൊതുപ്രവർത്തകർ തുടങ്ങിയവർ പ്രസംഗിച്ചു. 6 വ്യാഴാഴ്ച കലോത്സവം സമാപിക്കും. കൊടുങ്ങല്ലൂർ ഉപജില്ലാ കലോത്സവം നവംബർ 4 മുതൽ 7 വരെ ശ്രീനാരായണപുരം MES ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ അറിയിച്ചു. ബുധനാഴ്ച രാവിലെ 9 മണിക്ക് കൊടുങ്ങല്ലൂർ AEO P. മൊയ്തീൻ പതാക ഉയർത്തും. MLA E.T. ടൈസൺ കലോത്സവം ഉദ്ഘാടനം ചെയ്യും. 7 നടക്കുന്ന സമാപന സമ്മേളനം ബെന്നി ബെഹനാൻ MP ഉദ്ഘാടനം ചെയ്യും. വിവിധ രാഗങ്ങളുടെ പേരിൽ അറിയപ്പെടുന്ന 11 സ്റ്റേജുകളിലായി 5323 കുട്ടികൾ കലോത്സവത്തിൽ മാറ്റുരയ്ക്കും. സംഘാടക സമിതി ചെയർമാൻ MS മോഹനൻ, കൊടുങ്ങല്ലൂർ വിദ്യാഭ്യാസ ഉപജില്ലാ ഓഫീസർ P. മൊയ്തീൻകുട്ടി, സംഘാടക സമിതി ജനറൽ കൺവീനർ AA. അനിസ, ഉപജില്ലാ വിദ്യാലയ വികസന സമിതി കൺവീനർ ദാമു, MES ഹയർ സെക്കൻഡറി സ്കൂൾ സെക്രട്ടറി PK. അബ്ദുറഹ്മാൻ, പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ, പബ്ലിസിറ്റി കൺവീനർ ശ്രീരാജ് മാസ്റ്റർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഇരിങ്ങാലക്കുടയുടെ ചരിത്രത്തിലെ സ്മാരകമായ കുട്ടംകുളം സംരക്ഷണ സൗന്ദര്യവൽക്കരണ പ്രവൃത്തികളുടെ ഉദ്ഘാടനം ചൊവ്വാഴ്ച നടക്കുമെന്ന് മന്ത്രി R. ബിന്ദു അറിയിച്ചു. 4.04 കോടി രൂപ ചെലവഴിച്ചാണ് കുട്ടംകുളം നവീകരിക്കുന്നത്. വൈകിട്ട് കുട്ടംകുളം പരിസരത്ത് നടക്കുന്ന ചടങ്ങിൽ പ്രവൃത്തികളുടെ ഉദ്ഘാടനം മന്ത്രി KN. ബാലഗോപാൽ നിർവഹിക്കും. കൂടൽമാണിക്യം ദേവസ്വം ചെയർമാൻ അഡ്വക്കേറ്റ് CK. ഗോപി, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കൊച്ചി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്വകാര്യ IT കമ്പനിയുടെ നേതൃത്വത്തിൽ വണ്ടി റൈഡ് എന്ന പുതിയ ആപ്പ് പുറത്തിറക്കി. കേരളത്തിലെ ഓട്ടോ ടാക്സി സ്റ്റാൻഡുകൾ ഡിജിറ്റലാക്കി മാറ്റുന്നതിന്റെ ഭാഗമായിട്ടാണ് വണ്ടി റൈഡ് പുറത്തിറക്കിയത്. മറ്റ് ഓൺലൈൻ ടാക്സികളിൽ നിന്ന് വിഭിന്നമായി കമ്മീഷൻ രഹിതവും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധിഷ്ഠിതവുമായ ഒരു ഡിജിറ്റൽ ടാക്സി സ്റ്റാൻഡ് ആപ്പ് നൽകുന്നതിലൂടെ ഡ്രൈവർമാർക്ക് ഗവൺമെന്റ് നിശ്ചയിച്ച വാടക ഈടാക്കാനുള്ള അധികാരവും നൽകുന്നു. യാത്രക്കാർക്കും ഡ്രൈവർമാർക്കും ഒരുപോലെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് വണ്ടി റൈഡ് തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ഈ ആപ്ലിക്കേഷൻ ഉടൻ തന്നെ കേരളം മുഴുവൻ വ്യാപിപ്പിക്കാനാണ് ലക്ഷ്യമിടുന്നത്. വാർത്താസമ്മേളനത്തിൽ ബബിത നിതിൻ, TB ധനീഷ്, രാജു പുളിക്കൻ എന്നിവർ പങ്കെടുത്തു. എമർജിംഗ് തൃശൂർ ബിസിനസ് കോൺക്ലേവ് ആൻഡ് ബിസിനസ് എക്സ്പോ ഈ മാസം 5 മുതൽ 9 വരെ തൃശൂർ ശക്തൻ ഗ്രൗണ്ടിൽ നടക്കും. സംരംഭകത്വം, സംസ്കാരം, വിനോദം എന്നിവയെ ഒരേ വേദിയിൽ ഒന്നിപ്പിക്കുന്നതാണ് 5 ദിവസം നീണ്ടു നിൽക്കുന്ന മഹാമേള. ബിസിനസ് നേതാക്കൾ, വ്യവസായ സ്ഥാപനങ്ങൾ, യുവ സംരംഭകർ, സാംസ്കാരിക പ്രതിനിധികൾ എന്നിവർ മേളയിൽ പങ്കെടുക്കും. എമർജിംഗ് തൃശൂർ 2025 ഔദ്യോഗിക ഉദ്ഘാടനം ബുധനാഴ്ച വൈകിട്ട് 6 മേയർ MK. വർഗീസ് നിർവഹിക്കും. തുടർന്ന് സാംസ്കാരിക സായാഹ്നവും അരങ്ങേറും. എല്ലാ ദിവസവും വൈകിട്ട് സാംസ്കാരിക പരിപാടികളുണ്ടാകും. മേളയിൽ 200-ൽ പരം സ്റ്റാളുകളും ഫുഡ് കോർട്ടും, സമാപന ദിവസം ഓർഗൻസ് ഡൊണേഷൻ പ്രഖ്യാപന കൈമാറ്റവും നടക്കും. വാർത്താസമ്മേളനത്തിൽ എമർജിംഗ് തൃശൂർ ചെയർമാൻ P. അഭയൻ, നിയാസ് അഹമ്മദ്, സോണി ചിറ്റിലപ്പള്ളി, TH. സലാഹുദ്ദീൻ എന്നിവർ പങ്കെടുത്തു. സംഗീത സംവിധായകൻ ജോൺസൺ മാസ്റ്ററുടെ 14ാം ഓർമ്മ ദിനത്തോടനുബന്ധിച്ച് മ്യൂസിക് ഡയറക്ടർ ജോൺസൺ ഫൗണ്ടേഷൻ ആഭിമുഖ്യത്തിൽ അഖില കേരള അടിസ്ഥാനത്തിൽ ജോൺസൺ മാസ്റ്റർ സ്മൃതി സംഗീതാലാപന മത്സരം സംഘടിപ്പിക്കും. 2 റൗണ്ടുകളിലെ നടത്തപ്പെടുന്ന മത്സരത്തിന്റെ ആദ്യ 2 മത്സരങ്ങൾ നവംബർ 23-നും ഫൈനൽ റൗണ്ട് നവംബർ 30-നും ജവഹർ ബാലഭവനിൽ നടത്തും. ജോൺസൺ മാസ്റ്ററുടെ ഗാനങ്ങൾ മാത്രം ഉൾപ്പെടുത്തിയുള്ള മത്സരത്തിൽ 15 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ളവർക്ക് പങ്കെടുക്കാം. വിജയികളാവുന്ന 1, 2, 3 സ്ഥാനക്കാർക്ക് യഥാക്രമം 15,000, 10,000, 5,000 എന്നിങ്ങനെ ക്യാഷ് അവാർഡും മൊമെന്റോയും സർട്ടിഫിക്കറ്റും ഡിസംബർ 13-ന് സംഗീത നാടക അക്കാദമിയിൽ നടക്കുന്ന ജോൺസൺ സ്മൃതിയിൽ സമ്മാനിക്കും. മത്സരത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ 9349820992 എന്ന വാട്സപ്പ് നമ്പറിൽ നവംബർ 20-ന് മുൻപ് ബന്ധപ്പെടേണ്ടതാണ്. വാർത്താസമ്മേളനത്തിൽ സംഗീത സംവിധായകൻ ഔസേപ്പച്ചൻ, IP. പോൾ, ചാക്കോ തട്ടിൽ, ED. വിൽസൺ എന്നിവർ പങ്കെടുത്തു. CPM ഗുരുവായൂർ പാലുവായി ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഫാസിൽ രക്തസാക്ഷി അനുസ്മരണം നടത്തി. പഞ്ചാരമുക്ക് സെന്ററിൽ നടന്ന അനുസ്മരണ സമ്മേളനം SFI സംസ്ഥാന പ്രസിഡന്റ് MS. ശിവപ്രസാദ് ഉദ്ഘാടനം ചെയ്തു. CPM ലോക്കൽ കമ്മിറ്റി അംഗം KS. ബിജു അധ്യക്ഷത വഹിച്ചു. MA. ഷാജി, ബിന്ദു അജിത് കുമാർ, CJ. ബേബി, CV. സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു. പള്ളം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന അടിയന്തര സേവന സമിതിയുടെ വാർഷിക പൊതുയോഗം ദേശമംഗലം പഞ്ചായത്ത് വാർഡംഗം PS. ലക്ഷ്മണൻ ഉദ്ഘാടനം ചെയ്തു. സമിതി പ്രസിഡന്റ് TS. കാർത്തികേയൻ അധ്യക്ഷത വഹിച്ചു. TP. രാജൻ, KN. വിജയൻ തുടങ്ങിയവർ പങ്കെടുത്തു. കല്ലേറ്റുങ്ങര നിപ്മറിലെ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം ചൊവ്വാഴ്ച നടക്കുമെന്ന് മന്ത്രി R. ബിന്ദു പറഞ്ഞു. വനിതാ ഹോസ്റ്റലിലെ ഉദ്ഘാടനം, വിവിധ കോഴ്സുകൾ പൂർത്തീകരിച്ച വിദ്യാർത്ഥികളുടെ സർട്ടിഫിക്കറ്റ് വിതരണം തുടങ്ങി 5ഓളം പദ്ധതികളുടെ ഉദ്ഘാടനമാണ് നാളെ ഉച്ചയ്ക്ക് 1 മണിക്ക് നടക്കുക. സാമൂഹ്യനീതി വകുപ്പിന് കീഴിലുള്ള സ്വയംഭരണ സ്ഥാപനമായ നിപ്മറിന് ഈ സർക്കാർ വിവിധ കാലയളവിൽ കോടികളുടെ വികസന പ്രവർത്തനം നടപ്പാക്കിയതായി മന്ത്രി അറിയിച്ചു.
തൃപ്രയാർ ക്ഷേത്ര വാദികല ആസ്വാദക സമിതിയുടെ ശ്രീരാമപാദ സുവർണമുദ്ര കൊമ്പ് കലാകാരൻ കുമ്മത്ത് രാമൻകുട്ടി നായർക്ക് അരപ്പവൻ തൂക്കം വരുന്ന സ്വർണ്ണപ്പതക്കമാണ് സമ്മാനിക്കുക. ക്ഷേത്രസന്നിധിയിൽ സമിതിയുടെ നേതൃത്വത്തിൽ നടന്ന നറുക്കെടുപ്പിലൂടെയാണ് കുമ്മത്ത് രാമൻകുട്ടി നായരെ തെരഞ്ഞെടുത്തത്. ഏകാദശിയോടനുബന്ധിച്ച് നടക്കുന്ന കലാ സാംസ്കാരിക പരിപാടിയിൽ സുവർണമുദ്രയും പ്രശസ്തി പത്രവും നൽകി ആദരിക്കുമെന്ന് ഭാരവാഹികളായ KM മോഹനൻ മാരാർ, വിനോദ് നടുവത്തേരി, C പ്രേംകുമാർ എന്നിവർ അറിയിച്ചു. പള്ളിപ്പുറം ഗ്രാമീണ വായനശാലയുടെ 3ാമത് വീട്ടുമുറ്റ സദസ്സ് നടന്നു. തെക്കുമുറി ചിറയത്ത് മനോഹരന്റെ വസതിയിൽ നടന്ന സദസ്സ് ലൈബ്രറി കൗൺസിൽ നേതൃസമിതി കൺവീനർ MK വില്യാസ് ഉദ്ഘാടനം ചെയ്തു. സജീവൻ മുങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് PhD നേടിയ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ശിവദാസൻ, മൈസൂരിൽ നടന്ന അഖിലേന്ത്യാ യോഗാസന ചാമ്പ്യൻഷിപ്പിൽ 5ാം സ്ഥാനം കരസ്ഥമാക്കിയ VR രാജേഷ് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. കൊട്ടേക്കാട് സെന്റ് മേരീസ് അസംഷൻ ഫൊറോന ഇടവകയുടെ സഹസ്രാബ്ദ രജത ജൂബിലിയുടെ ഭാഗമായി സൊസൈറ്റി ഓഫ് സെന്റ് വിൻസെന്റ് ഡി പോൾ നിർമ്മിച്ചു നൽകുന്ന വീടിന് തറക്കല്ലിട്ടു. ഫൊറോന വികാരി ഫാദർ ഫ്രാങ്കോ കവലക്കാട്ട് ശിലാസ്ഥാപനം നിർവഹിച്ചു. പ്രസിഡന്റ് ജിയോ കോളയങ്ങാടൻ, സ്ഥലം ദാനമായി നൽകിയ മാർട്ടിൻ കോളയങ്ങാടൻ, വൈസ് പ്രസിഡന്റുമാരായ TP ഈനാശു, വില്യംസ് തറയിൽ എന്നിവർ സംസാരിച്ചു. ഗുരുവായൂർ മമ്മിയൂർ NSS കരയോഗം കുടുംബസംഘവും സ്കോളർഷിപ്പ് വിതരണവും താലൂക്ക് യൂണിയൻ വൈസ് പ്രസിഡന്റ് T ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കരയോഗം പ്രസിഡന്റ് രാമചന്ദ്രൻ പല്ലത്ത് അധ്യക്ഷത വഹിച്ചു. താലൂക്ക് യൂണിയൻ സെക്രട്ടറി MK പ്രസാദ് സ്കോളർഷിപ്പ് വിതരണം നടത്തി. വിവിധ മേഖലകളിൽ ഉന്നത വിജയം നേടിയവരെ യൂണിയൻ ഭരണസമിതി അംഗം PK രാജേഷ് ബാബു അനുമോദിച്ചു. താലൂക്ക് യൂണിയൻ വനിതാ പ്രസിഡന്റ് ബിന്ദു നാരായണൻ, കരയോഗം സെക്രട്ടറി R ജയകുമാർ, അരവിന്ദൻ പല്ലത്ത് തുടങ്ങിയവർ സംസാരിച്ചു. ഇനി വാണിജ്യം. പതിനഞ്ച് വർഷത്തെ മികച്ച പ്രവർത്തന പാരമ്പര്യവുമായി കാഴ്ചയുടെ ലോകത്ത് വിശ്വാസത്തിന്റെയും മികവിന്റെയും പുതിയ പര്യായമായി മാറിയ സൈമൺസ് ഐ ഹോസ്പിറ്റലിന്റെ 6ാമത് ശാഖ കാഞ്ഞാണിയിൽ പ്രവർത്തനം ആരംഭിച്ചു. മികച്ച കാഴ്ചയും വിശ്വസ്ത പരിചരണവും എല്ലാവർക്കും ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ 2010 ഡോക്ടർ സാം സൈമൺ ആരംഭിച്ച സൈമൺസ് കണ്ണാശുപത്രിയുടെ കാഞ്ഞാണി സെബി ആർക്കേഡിൽ ആരംഭിച്ച 6ാമത് ശാഖയുടെ ആശീർവാദ കർമ്മം കണ്ടശാങ്കടവ് വികാരി ഫാദർ റാഫേൽ അക്കാമറ്റത്തിൽ നിർവഹിച്ചു. ആശുപത്രിയുടെ ഉദ്ഘാടനം മുരളി പെരുന്നെല്ലി MLA നിർവഹിച്ചു. സൈമൺ കണ്ണാശുപത്രി മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ സാം സുബി സൈമൺ അധ്യക്ഷത വഹിച്ചു. മുൻ ലോക്സഭാംഗം TN പ്രതാപൻ, മുൻ കൃഷിവകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് VS സുനിൽകുമാർ എന്നിവർ വിശിഷ്ടാതിഥികളായിരുന്നു. മണലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൈമൺ തെക്കത്ത്, വാർഡ് മെമ്പർ കൃഷ്ണേന്ദു ഷിജിത്ത്, സൈമൺ കണ്ണാശുപത്രി ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ രാഹുൽ ചാണ്ടി, മാർക്കറ്റിംഗ് മാനേജർ വൈശാഖ് P ശിവൻ തുടങ്ങിയവർ സംസാരിച്ചു. കേരളത്തിലെ മുൻനിര നേത്രാശുപത്രികളിൽ ഒന്നാണ് അത്യാധുനിക സൗകര്യങ്ങളോടെ കാഞ്ഞാണിയിൽ ആരംഭിച്ച സൈമൺസ് കണ്ണാശുപത്രി. പരിചയസമ്പന്നരായ ഡോക്ടർമാരുടെയും സേവന സന്നദ്ധരായ സ്റ്റാഫിന്റെയും സ്നേഹപൂർവ്വമായ പരിചരണത്തോടെ രോഗികൾക്ക് സമഗ്ര നേത്ര ചികിത്സാ സേവനങ്ങൾ ഒരൊറ്റ കുടക്കീഴിൽ ലഭ്യമാക്കുന്ന സംവിധാനങ്ങളാണ് കാഞ്ഞാണി സെന്ററിലെ ആശുപത്രിയിൽ ഒരുക്കിയിരിക്കുന്നത്. സമഗ്ര കണ്ണു പരിശോധന, കാറ്ററാക്ട് ആൻഡ് ലാസിക് സർജറി, റെറ്റിന ആൻഡ് ഗ്ലോക്കോമ ക്ലിനിക്, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ എല്ലാവിധ നേത്ര ചികിത്സാ സേവനങ്ങളും സൈമൺസ് ഐ ഹോസ്പിറ്റലിൽ ലഭ്യമാണ്. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പും തിരഞ്ഞെടുക്കുന്ന 50 നിർധനരായ രോഗികൾക്ക് സൗജന്യ തിമിര ശസ്ത്രക്രിയയും ചെയ്തു നൽകുമെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. ആശുപത്രിയിലെ ഡോക്ടർമാരെയും വിശിഷ്ടാതിഥികളെയും ചടങ്ങിൽ ആദരിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് 0487 299 3299. ഇനി ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 11,290 രൂപ, പവന് 90,320 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്, സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വെറൈറ്റി കളക്ഷൻ പൂരവുമായി TPR ഗോൾഡൻ ഡയമണ്ട്സ് തൃപ്രയാർ. 55ാമത് സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ പ്രഖ്യാപിച്ചു. മികച്ച നടൻ മമ്മൂട്ടി, മികച്ച നടി ഷംല ഹംസ, ടൊവിനോ തോമസിനും ആസിഫ് അലിക്കും ജൂറിയുടെ പ്രത്യേക പരാമർശം.
നടൻ പ്രേംകുമാറിനെ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് നീക്കിയത് കാലാവധി കഴിഞ്ഞതിനാലെന്ന് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ. ആശാസമരത്തെ പ്രകീർത്തിച്ചതിന്റെ പേരുള്ള അനിഷ്ടമെന്ന വാദം ശരിയല്ലെന്നും മന്ത്രി. കുതിരാനിലെ ആക്രമണകാരിയായ കാട്ടാനയെ വരുതിയിലാക്കാൻ കുങ്കിയാനയെ എത്തിച്ചേക്കും. കുതിരാനിലേത് ഗുരുതരമായ സാഹചര്യമെന്ന് വനം വകുപ്പിന്റെ നിരീക്ഷണം. മേയർക്ക് മറുപടിയുമായി മുൻ എം പി ടി എൻ പ്രതാപൻ. കഴിഞ്ഞ 5 വർഷം മേയറായി LDF കൊണ്ടു നടന്നിരുന്ന MK വർഗീസിന്റെ ചോറ് LDFിലും കൂറ് BJPയിലുമാണെന്ന് വീണ്ടും തെളിയിച്ചിരിക്കുകയാണെന്ന് പ്രതാപൻ. മണ്ണുത്തി ഇടപ്പള്ളി പാതയിൽ യാത്രാ ദുരിതം രൂക്ഷമെന്ന് തൃശൂർ ജില്ലാ കളക്ടറുടെ റിപ്പോർട്ട്. ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലാണ് കളക്ടർ യാത്രാ ദുരിതം പരാമർശിക്കുന്നത്. മാലിന്യമലയിൽ നിന്ന് കായിക വിസ്മയത്തിലേക്ക് ലാലു. IM വിജയൻ സ്പോർട്സ് കോംപ്ലക്സ് ഇന്ന് നാടിന് സമർപ്പിക്കും. ഗുരുവായൂരിൽ വീണ്ടും തെരുവുനായ ആക്രമണം. വീട് വൃത്തിയാക്കാനെത്തിയ തൊഴിലാളിക്ക് തെരുവുനായയുടെ കടിയേറ്റു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.